1 ദിനവൃത്താന്തം 1-ാം അധ്യായം. ആദാം, ഷേത്ത്, ഏനോശ്, കേനാൻ, മഹലലേൽ, യാരേദ്, ഹനോക്ക്, മെഥൂശേല, ലാമെക്, നോഹ, ഷേം, ഹാം, യാഫെത്ത്. യാഫത്തിന്റെ പുത്രന്മാർ ഗോമർ, മാഗോഗ്, മാദായി, യാവാൻ, തൂബാൽ, മേശക്, തീരാസ്. ഗോമീറിന്റെ പുത്രന്മാർ അഷ്കേനസ്, റീഫത്ത്, തോഗർമ. യാവാന്റെ പുത്രന്മാർ എലീശ, തർഷീഷ്, കിത്തീം, ദോദാനീം. ഹാമിന്റെ പുത്രന്മാർ കൂശ്, മിസ്രയീം, പൂത്ത്, കനാൻ. കൂശിന്റെ പുത്രന്മാർ സെബ, ഹവീല, സപ്ത, രമ, സബഗ. രമയുടെ പുത്രന്മാർ ഷെബ, ദദാൻ. കൂശ് നിമ്രോദിനെ ജനിപ്പിച്ചു. അവൻ ഭൂമിയിൽ ആദ്യത്തെ വീരനായിരുന്നു. മിസ്രയീമോ ലൂദീം, അനാമീം, ലഹാബീം, നഫ്തൂഹീം, പത്രൂസീം, കസ്ലൂഹീം. ഇവരിൽ നിന്ന് ഫെലിസ്ത്യർ ഉത്ഭവിച്ചു. കഫ്തോരീം എന്നിവരെ ജനിപ്പിച്ചു. കനാൻ തന്റെ ആദ്യജാതനായ സീദോൻ, ഹേത്ത്, യെബൂസി, അമോരി, ഗിർഗശി, ഹിവി, അർക്കി, സീനി, അർവാദി, സെമാരി, ഹമാത്തി എന്നിവരെ ജനിപ്പിച്ചു. ഷേമിന്റെ പുത്രന്മാർ ഏലാം, അശൂർ, അർപ്പക്ഷത്, ലൂദ്, അരാം, ഊസ്, ഹൂൾ, ഗേദർ, മേശക്. അർപ്പക്ഷത് ഷേലഹിനെ ജനിപ്പിച്ചു. ഷേലഹ് ഏബേരിനെ ജനിപ്പിച്ചു. ഏബേരിന് 2 പുത്രന്മാർ ജനിച്ചു. ഒരുത്തന് പേലഗ് എന്ന പേർ. അവന്റെ കാലത്തായിരുന്നു ഭൂമി വിഭാഗിക്കപ്പെട്ടത്. അവന്റെ സഹോദരന് യൊക്താൻ എന്ന പേർ. യൊക്താനോ അൽമോദാദ്, ഷേലഫ്, ഹസർമാവത്ത്, യാരഹ്, ഹദോരാം, ഊസാൽ, ദിക്ല, ഏബാൽ, അബിമായേൽ, ഷെബ, ഓഫീർ, ഹവീല, യോബാവ് എന്നിവരെ ജനിപ്പിച്ചു. ഇവരെല്ലാവരും യൊക്താന്റെ പുത്രന്മാർ. ഷേം, അർപ്പക്ഷത്, ഷേലഹ്, ഏബർ, പേലഗ്, രയു, ശെരൂഗ്, നാഹോർ, തേരഹ്, അബ്രാം. ഇവൻ തന്നെ അബ്രാഹാം. അബ്രഹാമിന്റെ പുത്രന്മാർ ഇസഹാക്ക്, ഇഷ്മായേൽ. അവരുടെ വംശപാരമ്പര്യമാവിത്. ഇസ്മായേലിന്റെ ആദ്യജാതൻ നെബായോത്ത്, കേദാർ, അദ്ബേൽ, മിബ്ഷാം, മിഷ്മ, ദൂമ, മസ്സ, ഹദത്, തേമ, യദൂർ, നാഫീഷ്, കേദമ. ഇവർ ഇസ്മായേലിന്റെ പുത്രന്മാർ. അബ്രഹാമിന്റെ വെപ്പാട്ടിയായ കെതൂറായുടെ പുത്രന്മാർ സിമ്രാൻ, യൊക്ഷാൻ, മേദാൻ, മിദ്യാൻ, ഇഷ്ബാക്ക്, ശൂവ എന്നിവരെ അവൾ പ്രസവിച്ചു. യൊക്ഷാന്റെ പുത്രന്മാർ ഷെബ, ദദാൻ. മിദ്യാന്റെ പുത്രന്മാർ ഏഫ, ഏഫർ, ഹനോക്ക്, അബീദ, എൽദായ. ഇവരെല്ലാവരും കെതൂറായുടെ പുത്രന്മാർ. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു. ഇസഹാക്കിന്റെ പുത്രന്മാർ ഏശാവ്, ഇസ്രായേൽ. ഏശാവിന്റെ പുത്രന്മാർ എലീഫാസ്, റെയൂവേൽ, യെയൂഷ്, യലാം, കോരഹ്. എലീഫാസിന്റെ പുത്രന്മാർ തേമാൻ, ഓമാർ, സെഫി, ഗദാം, കെനസ്, തിമ്ന, അമാലേക്ക്. റെയൂവേലിന്റെ പുത്രന്മാർ നഹത്ത്, സേറഹ്, ഷമ്മ, മിസ്സ. സേയീരിന്റെ പുത്രന്മാർ ലോതാൻ, ഷോബാൽ, സിബെയോൻ, അന, ദീശോൻ, ഏസർ, ദീശാൻ. ലോതാന്റെ പുത്രന്മാർ ഹോരി, ഹോമാം. തിമ്ന ലോതാന്റെ സഹോദരിയായിരുന്നു. ശോബാലിന്റെ പുത്രന്മാർ അലിയാൻ, മാനഹത്ത്, ഏബാൽ, ഷെഫി, ഓനാം. സിബെയോന്റെ പുത്രന്മാർ അയ്യ, അന. അനായുടെ പുത്രന്മാർ ദീശോൻ. ദീശോന്റെ പുത്രന്മാർ ഹംറാൻ, എഷ്ബാൽ, ഇത്രാൻ, കെരാൻ. യേസരിന്റെ പുത്രന്മാർ ബിൽഹാൻ, സാവാൻ, യാക്കാൻ.
ദീശാന്റെ പുത്രന്മാർ ഊസ്, അരാൻ. ഇസ്രായേൽ മക്കളെ, രാജാവ് വാഴും മുൻപേ യദോം ദേശത്ത് വാണ രാജാക്കന്മാർ ആരെന്നാൽ ബെയോരിന്റെ മകനായ ബേല, അവന്റെ പട്ടണത്തിന് ദിൻഹാബ എന്ന് പേർ. ബേല മരിച്ച ശേഷം ബൊസ്രക്കാരനായ സേരഹിന്റെ മകൻ യോബാബ് അവന് പകരം രാജാവായി. യോബാബ് മരിച്ച ശേഷം തേമാ ദേശക്കാരനായ ഹൂശാം അവന് പകരം രാജാവായി. ഹൂശാം മരിച്ച ശേഷം ബദദിന്റെ മകൻ ഹദദ് അവന് പകരം രാജാവായി. അവൻ മോവാബ് സമഭൂമിയിൽ മിദ്യാനെ തോൽപ്പിച്ചു. അവന്റെ പട്ടണത്തിന് അവീത്ത് എന്ന് പേർ. ഹദദ് മരിച്ച ശേഷം മസ്രേക്കക്കാരനായ സംള അവന് പകരം രാജാവായി. സംള മരിച്ച ശേഷം നദീതീരത്തുള്ള രഹോബോത്ത് പട്ടണക്കാരനായ ശൗൽ അവന് പകരം രാജാവായി. ശൗൽ മരിച്ച ശേഷം അക്ബോരിന്റെ മകൻ ബാൽഹാനാൻ അവന് പകരം രാജാവായി. ബാൽഹാനാൻ മരിച്ച ശേഷം ഹദദ് അവന് പകരം രാജാവായി. അവന്റെ പട്ടണത്തിന് പായി എന്നും ഭാര്യയ്ക്ക് മെഹേദബേൽ എന്നും പേർ. അവൾ മേസാഹാബിന്റെ മകളായ മത്രേദിന്റെ മകളായിരുന്നു. ഹദദും മരിച്ചു. യദോമ്യ പ്രഭുക്കന്മാരാവിത്: തിമ്ന പ്രഭു, അല്യ പ്രഭു, യദേത്ത് പ്രഭു, ഒഹലീബാമ പ്രഭു, ഏല പ്രഭു, പീനോൻ പ്രഭു, കെനസ് പ്രഭു, തേമാൻ പ്രഭു, മിബ്സാർ പ്രഭു, മഗ്ദിയേൽ പ്രഭു, ഈരാം പ്രഭു. ഇവരത്രേ യദോമ്യ പ്രഭുക്കന്മാർ.